കേരളത്തിന്റെ ആരോഗ്യ മേഖല തകർന്നു എന്ന് കോൺഗ്രസുകാരും സംഘപരിവാറുകാരും തമ്മിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ കേരളം വിട്ടാലുള്ള അവസ്ഥ എന്താണെന്ന് നാട്ടുകാർ മനസ്സിലാക്കണം. അത് ഇന്ത്യക്കകത്ത് മാത്രമല്ല, ഇനി യൂറോപ്പിലായിക്കോട്ടെ. ഒരു യുവ ദമ്പതികളുടെ അനുഭവത്തിന്റെ ദൃശ്യം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അങ്ങ് ഇറ്റലിയിലാണ്. ഫുഡ് പോയിസൺ ഉണ്ടായതിനു ശേഷം അലർജിക്കായി അതുമായി ബന്ധപ്പെട്ട് അവിടെ ആശുപത്രിയിൽ ചെന്നപ്പോൾ അവർക്കുണ്ടായ അനുഭവം കേട്ടിട്ട് കേരളം എന്താണെന്നും കേരളത്തിന്റെ ഗതികേടായിട്ട് മാറിയിട്ടുള്ള, അല്ലെങ്കിൽ കേരളത്തിന്റെ കാലന്മാരായിട്ടുള്ള പ്രതിപക്ഷം ഈ നാട്ടിലെ സർക്കാർ മേഖലയിലെ ആശുപത്രികളെ തകർക്കാൻ നടത്തുന്ന നീക്കം എന്താണെന്ന് നിങ്ങൾക്കൊന്ന് വിലയിരുത്താം. വൈഫിന് ഒരു ഫുഡ് കഴിച്ചിട്ട് അലർജി ആയിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് അവര് നോക്കിയിട്ട് ഇഞ്ചക്ഷനൊക്കെ ചെയ്തിട്ട് എന്ത് പറഞ്ഞു, അലർജിന്റെ ഒരു ടെസ്റ്റ് ഉണ്ട്, അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഫാർമസിയിൽ പോയിട്ട് അപ്പോയിന്റ്മെന്റ് എടുത്താൽ മതി, എന്ത് ചെയ്യാ, എന്നിട്ട് നിങ്ങൾ പോയി ടെസ്റ്റ് ചെയ്താൽ എന്താ അതിന്റെ ഇതെന്ന് അറിയാന്ന് പറഞ്ഞു. കഴിച്ചതിൽ ഏതിനാണ് പ്രോബ്ലം എന്നുള്ളത് അറിയാന്ന് വേണ്ടി പറഞ്ഞു. അപ്പം നമ്മൾ ഇറ്റലിയിലാണ്. അപ്പം വേൾഡ് സ്റ്റാൻഡേർഡ് ഹെൽത്ത് കെയർ ഒക്കെ ആണല്ലോ യൂറോപ്പിലൊക്കെ ഇവർ അവകാശപ്പെടുന്നത്. അങ്ങനെ ഒരു ഫാർമസിയിൽ ഇത് ബുക്ക് ചെയ്യാൻ വന്നതാണ് അലർജിക്കുള്ളത്. ഞങ്ങൾക്ക് ഡേറ്റ് കിട്ടിയേക്കണത് അടുത്ത വർഷം ഫെബ്രുവരി 2026 ഫെബ്രുവരി 16